Okay, once again, good morning everybody. അപ്പോൾ നമ്മൾ ഇന്നലെ എവിടെയായിരുന്നു സ്റ്റോപ്പ് ചെയ്തത് ഓർക്കുന്നുണ്ടോ? ഇന്നലെ കുറച്ച് ആൾക്കാർ കുറച്ച് ഇഷ്യൂസ് ഒക്കെ പറഞ്ഞായിരുന്നു. അതായത് ക്ലിയർ ആയിട്ട് ഓഡിബിൾ അല്ല, നോയ്സ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞായിരുന്നു. ഞാൻ അതുകൊണ്ട് ഇന്ന് ഞാൻ ലൊക്കേഷൻ മാറിയായിരിക്കുന്നു. ഇവിടെ അത്ര നോയ്സ് ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓഡിബിലിറ്റി ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആ സമയത്ത് തന്നെ പറയാം. ഓക്കെ, നമുക്കത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകാം. എന്തായാലും നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ ഉപകാരമാണ്. ഓക്കെ. So, I think you might be seeing the presentation what we have done yesterday. Okay, നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? വാട്ട് വി ഡിസ്കസ് യെസ്റ്റർഡേ? What we discussed yesterday? I think you guys are remembering. We just discussed some basic things only. We are discussing about radio wave propagation. Okay, in radio propagation, there are three modes: ground wave propagation, sky wave propagation, and space wave propagation. In that, we already discussed about ground wave propagation. That we have completely discussed. That's a small portion. Okay. Then we were discussing about sky wave propagation. That is basically ionospheric propagation. So, in order to study about sky wave propagation, we are just studying the structure of ionosphere. Okay. അപ്പോൾ അവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അയണോസ്ഫിയറിന്റെ സ്ട്രക്ചർ ആയിരുന്നു നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ആ അയണോസ്ഫിയറിന്റെ സ്ട്രക്ചർ നമ്മൾ ഈ ഒരു നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ ഇതിൽ ഇമേജ് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ ഇമേജ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഇറ്റ് explains very well about the structure of ionosphere in daytime and night time. So basically, ionosphere in daytime is having four layers: D region, E region, F1 and F2 region. Those F1 and F2 regions both are collectively called as F region. Okay. So we already saw what is D region. D region is the lowermost region and it is less ionized compared to the upper region. Then it will vanish during night. Okay. During night there will be only E region and F region. Both F1 and F2 regions combines in the night. So now we are moving on to F region. F region means F1 and F2. There are two regions in daytime. Okay. So this F region, this is also called as Appleton region. These both regions, F1 and F2 regions, are also called as Appleton region. Apple, 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 TON, Appleton region. Okay. അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അയണോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഇത് സ്ട്രക്ചർ ഓഫ് അയണോസ്ഫിയർ നിങ്ങളുടെ സിലബസിലുള്ളതാണ്. ഇത് പലപ്പോഴും ചോദിച്ചൊക്കെ കണ്ടിട്ടുണ്ട്. ഒന്നും തിയറിയാണ്, ചുമ്മാ എന്തെങ്കിലും എഴുതി വെക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എഴുതി വെക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദിസ് അയണോസ്ഫിയർ ഈസ് കോൾഡ് ആസ് അയണോസ്ഫിയർ ഡ്യൂ ടു വാട്ട്? അയണോസ്ഫിയർ എന്തുകൊണ്ടാണ് അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ഇറ്റ്സ് ഹാവിങ് അയോൺസ്. ഓക്കെ, ഇറ്റ് ഈസ് ഹാവിങ് അയോൺസ്. അയോൺസ് ഉള്ളതുകൊണ്ടാണ്, അയോൺസ് ഉള്ള സ്ഫിയർ എന്നുള്ള രീതിയിലാണ് അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അയോൺസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഹൗ ദീസ് അയോൺസ് ആർ ഫോമിങ്? ഡ്യൂ ടു സോളാർ ആക്ടിവിറ്റീസ്. അതായത് നമ്മൾ സ്പേസിലേക്ക് ഒരു 400 കിലോമീറ്റർ ഹൈറ്റിലേക്കൊക്കെ, അല്ലെങ്കിൽ ഒരു 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഈ അയണോസ്ഫിയറിന്റെ ഏരിയ. അത്രയും ഹൈറ്റിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ സോളാർ ആക്ടിവിറ്റീസ് ആർ മോർ. അതായത് സൺലൈറ്റ് നല്ലതുപോലെ വരും. നമുക്ക് കിട്ടുന്ന സൺലൈറ്റ് നമ്മൾ എർത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അടിക്കുന്ന സൺലൈറ്റ്, എർത്തിലേക്ക് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ കിട്ടുന്ന സൺലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the sunlight which we are receiving at the ground level is the sunlight which is coming through the atmosphere. അറ്റ്മോസ്ഫിയറിൽ ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ട് വരുന്ന, ട്രാവൽ ചെയ്തിട്ട് വരുന്ന സൺലൈറ്റ് ആണ് നമുക്ക് ഗ്രൗണ്ടിൽ കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് സംവാട്ട് ഫിൽറ്റേർഡ്. നിങ്ങൾക്കറിയാം, ഓസോൺ ലെയർ ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളിൽ കൂടി ഒരുപാട് ഫിൽറ്റർ ചെയ്തിട്ട് അറ്റ്മോസ്ഫിയർ ഫിൽറ്റർ ചെയ്ത് വരുന്ന സൺലൈറ്റ് ആണ് ഇവിടെ എത്തുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ അത് അത്ര പെട്ടെന്ന് അയണൈസും അങ്ങനെ മറ്റു കാര്യങ്ങളും കാണിക്കാത്തത്. ഓക്കെ, but on the topmost layer, or the upper layers, the solar activities are more intense. Light will come and it will ionize the particles present in the atmosphere. Okay,
It will ionize the particles present in the atmosphere. Particles are basically atoms. Okay. എന്താണ് അവിടെയുള്ള atoms? ഗ്യാസിന്റെ atoms ആണുള്ളത്. നിങ്ങൾക്കറിയാം അറ്റ്മോസ്ഫിയറിന്റെ composition അറിയാം, നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെ ഇതിന്റെ composition നിങ്ങൾക്ക് അറിയാവുന്നത്. Okay, so നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട്, എലിമെന്ററി ക്ലാസ്സിന്റെ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. Okay, so that's the thing. So there it will get ionized, and that too, the outer layers will be getting more and more ionized. And there is a potential reason for that, because they are more exposed to the sunlight. Outer layer ലാണ് ഏറ്റവും കൂടുതൽ സോളാർ ആക്ടിവിറ്റീസ് നടക്കുക. അപ്പോൾ അവിടെയാണ് ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട് സൺലൈറ്റ് വരുന്നത്. ഇന്നർ ലെയറുകളിലേക്ക് വരുന്നതോറും ആ സൺലൈറ്റ് ഫിൽറ്റേഡ് ആയിട്ടായിരിക്കും വരുന്നത്. കാരണം ഓൾറെഡി ഔട്ടർ ലെയറിലൊക്കെ കുറെ അയണൈസേഷൻ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. സോ ദാറ്റ് എഫക്ട് വോണ്ട് ബി ദാറ്റ് മച്ച് ക്രിട്ടിക്കൽ while coming through the inner layers, and after a delay there won't be such ionization. Okay, so ഈ ഒരു കാര്യം നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ we can say that this F1 and F2 layers, or the F layer, is the highly ionized layer. Okay, being the outermost layer of ionosphere, we can say that the F1 and F2 layers are highly ionized. Okay, സോ ഈ എഫ് ലെയർ എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ്, എപ്പോഴും ഉണ്ടാകും. ഈവൻ ഇൻ ആബ്സെൻസ് ഓഫ് സൺലൈറ്റ് ദിസ് എഫ് ലെയർ വിൽ ബി ദെയർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഡി ലെയർ, ലോവർമോസ്റ്റ് ലെയർ വാനിഷ് ആവുമെന്ന് പറഞ്ഞു. ഈ ലെയർ അവിടെ കാണും. ഈ ലെയറിൻ്റെ അകത്ത് നമ്മൾ രണ്ട് ലെയർ പറഞ്ഞു, നോർമൽ ഈ ലെയർ, സ്പൊറാഡിക് ഈ ലെയർ. അപ്പോൾ ഡി ലെയർ ഈ ലെയറുമായിട്ട് കമ്പൈൻഡ് ആവും. പക്ഷെ എഫ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F1 F2 സെപ്പറേറ്റ് രണ്ട് ലെയേഴ്സ് ഉണ്ട്. പക്ഷെ ഈ എഫ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഇൻ absence of sunlight also this will persist, because it is heavily ionized. Okay, so ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. Okay, so F1 and F2 regions are collectively called as F region. This F region ranges from 140 to 400 kilometers. Okay, in that if we are taking separately F1 layer മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ F1 layer എന്ന് പറഞ്ഞാൽ 140 കിലോമീറ്റർ, അതായത് 140 കിലോമീറ്റർ മുതൽ 250 കിലോമീറ്റർ വരെ ആയിരിക്കും F1 ലെയർ ഉള്ളത്. ഓക്കെ, ആൻഡ് F2 ലെയർ 250 to 400 കിലോമീറ്റർ. ഈ ഓരോ ലെയറിന്റെ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ഓരോ ലെയറിന് ഡിഫറെന്റ് ആയിരിക്കും. ഈ F1 ലെയർ ആണെങ്കിൽ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ഇറ്റ്സ് അറൌണ്ട് 5 to 7 മെഗാഹെർട്സ് ആയിരിക്കും. And F2 layer ആണെങ്കിൽ that is 10 megahertz. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ അയണോസ്ഫിയറിന്റെ സ്ട്രക്ചറിനെ പറ്റി പറയാനുള്ളത്. ഇത് തിയറിയാണ്. നിങ്ങൾ ബാക്കി വായിച്ച അഡീഷണൽ പോയിന്റ്സ് കാര്യമായിട്ടൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. നമ്മളുടെ ആവശ്യം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ അതിനൊരു എന്താണ്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ അയണോസ്ഫിയറിന്റെ ഈ കാര്യങ്ങൾ ഒന്ന് അതിൻ്റെ ഒരു ഓവർവ്യൂ കിട്ടാനായിട്ട് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. അത് ഒരു എന്താണ്, നാസയുടെ ഒരു വീഡിയോ ആണ്. നിങ്ങൾ ജസ്റ്റ് നോക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടെ റിമെമ്പർ ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ പ്രസന്റേഷൻ കാണാൻ പറ്റുന്നുണ്ടോ നോക്കുക. കാണുന്നുണ്ടോ? ആരും റിപ്ലൈ ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, യെസ്. നിങ്ങളൊക്കെ ഞാൻ എടുക്കുന്ന ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ, അതോ നിങ്ങളത് കൗണ്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും പോയിരിക്കുകയാണോ? ഓക്കെ, എനിവേ, Longing for more space, open skies, and exotic travel? Then look up. About 30 to 600 miles straight up at the ionosphere, Earth's interface to space. Nestled far above the clouds but below outer space, this little understood destination invites you to explore its many features. Experience both the weather from Earth and the weather from space. Marvel at the ballet of radio waves and navigation signals, like GPS, leaping through this particle paradise. Sit back, relax, and take in the aurora, some satellites, and the International Space Station as they sail by. And you'll want your camera handy for one of the region's signature features,
bright and colorful air glow. This daily show is made possible by the ionosphere's own swirling charged particles, because that's what the ionosphere is. It's all charged particles. During the day, enjoy the sea of particles, freshly energized by the sun. As the sun sets, this particle party relaxes and the air glow thins. Our quieter nightlife lets you gaze into clearer skies. The ionosphere is in constant motion, an amazing effect of space weather. Don't miss when solar storms rain down. The storm separates the particles even more, making this colorful region delightfully more dense in some places and stunningly sparse in others. And don't forget about storms from Earth below. Your weather from back home also stirs up this one-of-a-kind destination. Experience the unique beauty of every season, as changes in Earth's atmosphere, daily and annually, can create pressure waves, changing the ionosphere's shape and density. Venture to the equator, where our particles are packed in lush and thick. Cruise along a magnetic field line and see how the ionosphere's charged material also interacts with Earth's own magnetic field. Don't miss the superhighway of particles zipping out to space and back down to the planet. This unpredictable parade of charged particles can help you unplug and unwind. This is because the crowd of particles can garble the radio and satellite communications from home. The ionosphere welcomes you to discover more about this little-known region. After all, once you've explored this interface to space, who knows how much farther you'll be able to go. ഓക്കെ, എല്ലാവരും അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും വളരെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങളതെല്ലാം കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് അവസാനം പറയുന്ന 2-3 കാര്യങ്ങൾ നിങ്ങളുടെ സ്പെഷ്യൽ അറ്റൻഷനിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അവസാനം പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അതിൽ ശ്രദ്ധിച്ചോ? എങ്ങനെയാണ് ഈ അയനോസ്ഫിയറിൽ ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ട് സോളാർ ആക്ടിവിറ്റീസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതിൻ്റെയൊക്കെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അവർ കാണിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. ലാസ്റ്റ് അവസാനം പറയുന്ന കാര്യമുണ്ട്, എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു എഫക്റ്റും കൂടെ ഈ കാര്യങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നമ്മൾക്ക് ഫ്യൂച്ചറിലേക്ക് ആവശ്യമുള്ളതാണ്. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ തന്നെ ഒരു എന്താണ് ടോട്ടൽ ഒരു ഐഡിയ മാത്രമാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അയനോസ്ഫിയറിന്റെ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞു. അയനോസ്ഫിയറിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്തു. അപ്പോൾ നമ്മൾ എന്തിനാണ് അയനോസ്ഫിയറിന്റെ സ്ട്രക്ചർ പഠിച്ചത്? വൈ വി സ്റ്റഡിഡ് ദി സ്ട്രക്ചർ ഓഫ് അയനോസ്ഫിയർ? ബിക്കോസ് വി വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ്. ബേസിക്കലി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയേഴ്സ് ആണ്. നിങ്ങൾ എൻ്റെ ഇലക്ട്രോണിക്സ് പാർട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി എൻ്റെ കമ്മ്യൂണിക്കേഷൻ പാർട്ടിലേക്ക് നിങ്ങൾ കിടക്കുകയാണ്. സോ യുവർ ബേസിക് റിക്വയർമെന്റ് ഈസ് ടു കമ്മ്യൂണിക്കേറ്റ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള റിക്വയർമെന്റ് ആണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. സോ വി വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് ത്രൂ ദ അയനോസ്ഫിയർ. ദാറ്റ് മീൻസ് ദ സ്കൈ വേവ് പ്രൊപ്പഗേഷൻ. യു വാണ്ട് ടു ഇംപ്ലിമെന്റ് ദ സ്കൈ വേവ് പ്രൊപ്പഗേഷൻ by using these features of ionosphere. That's why we are studying about the structure of ionosphere, and we have already studied about the structure of ionosphere. That's all. Okay. So, moving on, we are coming to our sky wave propagation. As I already told you yesterday, the sky wave propagation, we are directly transmitting the signal to sky. Okay, we are directly transmitting the signal to sky, and it is not at all affected by the curvature of Earth. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദി കർവേച്ചർ ഓഫ് എർത്ത് ഈസ് നോട്ട് അറ്റ് ഓൾ അഫക്റ്റഡ്. ആൻഡ് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞാണ്. ആൻഡ് ദിസ് ഈസ് ഹാവിംഗ് മൾട്ടിപ്പിൾ ഹോപ്സ്. അതായത് നമ്മൾ മൾട്ടിപ്പിൾ ഹോപ്സ് എന്ന് പറഞ്ഞാൽ, ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഹിപ്പ് ഹോപ്പ്, ഹോപ്പ് എന്ന് പറഞ്ഞാൽ ചാടുക എന്നുള്ളൊരു ഉദ്ദേശമുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞതാണ്, ഈ വേവ് നമ്മൾ ഡയറക്റ്റ്ലി സ്കൈയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അത് അയനോസ്ഫിയറിൽ തെറ്റി റിഫ്ലക്റ്റ് ആയി താഴെ വരുന്നു. പിന്നെ ഇത് എർത്തിൽ തെറ്റി റിഫ്ലക്റ്റ് ആയി മുകളിലേക്ക് വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ അത് അയനോസ്ഫിയറിൽ തെറ്റി താഴേക്ക് വരും. അതിനാണ് മൾട്ടിപ്പിൾ ഹോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ ഹോപ്സ് ഇതിൻ്റെ അകത്ത് പോസിബിൾ ആണ്.
അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫിഗർ നിങ്ങൾ കാണിക്കാം. നിങ്ങൾ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്താണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സിംഗിൾ ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്ട്ലി ട്രാൻസ്മിറ്ററിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അയനോസ്ഫിയറിലേക്ക് പോകുന്നു, അവിടുന്ന് റിഫ്ലക്റ്റ് ആയിട്ട് കറക്റ്റ് റിസീവറിലേക്ക് വരുന്നു. അതാണ് ഡയറക്റ്റ് സിംഗിൾ ഹോപ്പ്. അല്ലാത്ത കാര്യം കാണിച്ചിട്ടുണ്ട്. ട്രാൻസ്മിറ്ററിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അത് അയനോസ്ഫിയറിൽ പോയി തട്ടി റിഫ്ലക്റ്റ് ആയി തിരിച്ച് വന്നിട്ട് എർത്തിൽ തട്ടി റിഫ്ലക്റ്റ് ആയി വീണ്ടും അയനോസ്ഫിയറിൽ പോയി തട്ടി റിഫ്ലക്റ്റ് ആയിട്ട് വീണ്ടും റിസീവേഴ്സിലാവും. അങ്ങനെ മൾട്ടിപ്പിൾ ഹോപ്സ് പോസിബിൾ ആണ്. ഇവിടെ ഡബിൾ ഹോപ്പിന്റെ കാര്യം മാത്രമേ അവർ കാണിച്ചിട്ടുള്ളൂ. ഇതുപോലെ മൾട്ടിപ്പിൾ ആയിട്ട് ഹോപ്പ് ചെയ്ത് പോകാം. ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. ഓക്കെ, പിന്നെ സ്കൈവേ പ്രൊപ്പഗേഷന്റെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. നൈറ്റ് ടൈംസിൽ ഡ്യൂറിങ് നൈറ്റ് ടൈംസ് വി ആർ യൂസിങ് സംവാട്ട് ലോവർ ഫ്രീക്വൻസീസ്. അതിന്റെ റീസൺ പറയാമോ? അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി അതിന്റെ റീസൺ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഓക്കെ, ദർ ഈസ് എ പർട്ടിക്കുലർ റീസൺ ഫോർ ദാറ്റ്. നിങ്ങൾക്ക് എന്തായിരിക്കും നൈറ്റിലുള്ള ഒരു സ്പെഷ്യാലിറ്റി വിത്ത് റെസ്പെക്ട് ടു അയനോസ്ഫിയർ? നൈറ്റ് ടൈമിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നടക്കുന്നുള്ളൂ. അതായത് നൈറ്റ് ടൈമിൽ ലെസ് അയണൈസ്ഡ് ആയിരിക്കും. അതായത് ഡി ലെയർ വാനിഷ് ആവും, F1 ആൻഡ് F2 ലെയേഴ്സ് കമ്പൈൻഡ് ആയിട്ട് F ലെയർ ആവും. ബേസിക്കലി സോളാർ ആക്ടിവിറ്റീസ് കുറവായതുകൊണ്ട് അവിടെ ലെസ് അയണൈസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ അയോണിക് കോൺസെൻട്രേഷൻ കുറവായിരിക്കുന്നതുകൊണ്ട് ഡ്യൂ ടു ദ ലെസ് കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ഹയർ ഫ്രീക്വൻസീസ് ക്യാൻ എസ്കേപ്പ്. ഹയർ ഫ്രീക്വൻസീസിന് എസ്കേപ്പ് ചെയ്ത് സ്പേസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റും. സോ we will be using somewhat lower frequencies during night. Okay, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് അതിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, ആൻഡ് ദെൻ ഇൻ അയനോസ്ഫിയർ ബേസിക്കലി അയനോസ്ഫിയറിൽ തന്നെ നമ്മൾ റിഫ്ലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അയനോസ്ഫിയർ വിൽ ആക്ട് ആസ് എ മിറർ. ഓക്കെ, നമ്മൾ ഇവിടുന്ന് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അത് അയനോസ്ഫിയർ തന്നെ റിഫ്ലക്ട് ചെയ്തു. ദിസ് റിഫ്ലക്ഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു റിഫ്രാക്ഷൻ. You might have heard about refraction. What is refraction? എന്താ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഈസ് റിഫ്രാക്ഷൻ? നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. റിഫ്രാക്ഷൻ നമ്മൾ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് റൈസ് പാസ് ചെയ്യുമ്പോൾ ആ മീഡിയത്തിന്റെ ഡെൻസിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അനുസരിച്ച് അതിന്റെ പാത്തിന് ഡീവിയേഷൻ വരും. ഓക്കെ, അതാണ് റിഫ്രാക്ഷൻ. അപ്പോൾ നമ്മുടെ ഇവിടെ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു പ്രസന്റേഷൻ കാണിക്കാം. നിങ്ങൾ നോക്കുക, അതിൻ്റെ ഒരു ബേസിക് ഡയഗ്രാമാണ്. ഇത് ഗ്ലാസ്സിലേക്ക് ഒരു ലൈറ്റ് റേ വരുന്നതും വാട്ടറിലേക്ക് വരുന്നതും പിന്നെ അവിടുന്ന് പുറത്തേക്ക് പോകുന്നതുമായിട്ടുള്ള ഒരു ജസ്റ്റ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഇതിനകത്ത് ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു ഡെൻസർ മീഡിയമാണ്, അതായത് ഡെൻസിറ്റി കൂടിയ മീഡിയമാണ്. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ ദാറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. അതായത് നോർമൽ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ബ്ലാക്ക് ലൈൻ ആണ്. 34.5 ഡിഗ്രി നിങ്ങൾക്ക് കാണാം. അതിൽ ബ്ലാക്ക് ലൈൻ ആണ് നോർമൽ. നോർമൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ എന്നാണ് മീനിങ്. ഓക്കെ, ആ പെർപെൻഡിക്കുലറിലേക്ക് ടുവേർഡ്സ് ദി പെർപെൻഡിക്കുലർ ഇറ്റ് വിൽ ബെൻഡ് ഇഫ് ഇറ്റ് ഈസ് എൻറ്ററിങ് ഫ്രം എ റയറർ മീഡിയം ടു എ ഡെൻസർ മീഡിയം. ഓക്കെ, പിന്നെ നിങ്ങൾ നോക്കുക, ഗ്ലാസ്സിൽ നിന്നും അത് പുറത്തേക്ക് പോകുന്നു എന്ന് വെച്ചാൽ ഗ്ലാസ് ഡെൻസർ മീഡിയം ആണ്. ആ ഡെൻസർ മീഡിയത്തിൽ നിന്നും ഒരു റയറർ മീഡിയത്തിലേക്കാണ്. ഡെൻസർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയം എന്നുള്ളതാണ്. റയറർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയം. ഓക്കെ, whenever a light ray enters from a denser medium towards a rarer medium, how the path changes? The path bends away from the normal. Okay, the path is bending away from the normal. ഇങ്ങനെ ഇവിടെ വീണ്ടും ഒരു റയറർ മീഡിയം ഉണ്ടെങ്കിലും again it will bend, അല്ലേ? വീണ്ടും ഒരു റയറർ മീഡിയം വെച്ചിട്ടുണ്ടെങ്കിലും again it will bend. അപ്പോൾ ഇങ്ങനെയൊരു സംഭവമാണ് നമ്മളുടെ അയനോസ്ഫിയറിൽ നടക്കുന്നത്. ഓക്കെ, as you already know that ionosphere is having ions ഉണ്ട്. So it is considered as, or its refractive index is less. As the ionic concentration increases, the refractive index keep on decreasing. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് അയോണിക് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാന്ന് വിചാരിക്കും. അയോണിക് കോൺസെൻട്രേഷൻ, അയോൺസിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു വരും. അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ as the ionic concentration increases, refractive index decreases. That means what? നമ്മുടെ അയണോസ്ഫിയറിന്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ലോവർ ലെവലിലേക്ക് ലെസ് അയണൈസേഷൻ ആയിരിക്കും ഉണ്ടാവുക, അപ്പർ ലെവലിലേക്ക് മോർ അയണൈസേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഈ അയണൈസേഷൻ, അതായത് അപ്പർ ലെവലിലേക്ക് പോകുന്നതും അയണൈസേഷൻ കൂടി വരും. വാട്ട് ഡസ് ദാറ്റ് മീൻ? അപ്പർ ലെവലിലേക്ക് പോകുന്നതിനനുസരിച്ച് അയണൈസേഷൻ ഈസ് ഇൻക്രീസിങ്. That means what? The refractive index is keep on decreasing. As we move up in the ionosphere, the refractive index is decreasing. Okay, since the ionic concentration is increasing. And the ionic concentration increase ചെയ്യുന്നത് common sense മനസ്സിലാക്കാവുന്നുള്ളൂ. F1, F2 ലെവൽസിലേക്കാണ് പോകുന്നത്. That will be more prone to the solar activities. So their ionic concentration will be more. ടോപ്പിലേക്ക് പോകുന്നതോറും അത് കൂടുതൽ അയണൈസ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അയണിക് കോൺസെൻട്രേഷൻ അവിടെ കൂടുതലായിരിക്കും. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അങ്ങോട്ട് പോകുന്നതോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ ഞാൻ അതിൻ്റെ ഒരു റെപ്രസെന്റേഷൻ നിങ്ങളെ കാണിക്കാം. അപ്പൊ ഇതാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാം, നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ഫിഗറിൻ്റെ അകത്ത് ഇത് കറക്റ്റ് ആയിട്ട് ഒരു എന്താണ് റിഫ്ലക്ട് ചെയ്ത് വരുന്നതായിട്ടല്ല കാണിച്ചിരിക്കുന്നത്. ഓക്കെ, യു ക്യാൻ സീ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ നിങ്ങൾ നോക്കുക. ഇത് ഒരിക്കലും നമ്മൾ ഒരു മിററിൽ തട്ട് റിഫ്ലക്ട് ചെയ്യുന്ന പോലെ അല്ല കാണിച്ചിരിക്കുന്നത്, അല്ലേ? അതായത് ഗ്രാജുവലായിട്ട് ഒരു കർവായിട്ടാണ് റിഫ്ലക്ട് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഏറ്റവും നേരത്തെ നമ്മൾ കണ്ട ഫിഗറുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാം. അതായത് ഐ ഓൾറെഡി ടോൾഡ് ദാറ്റ് അയണോസ്ഫിയർ ഈസ് ഹാവിംഗ് അയോൺസ്, സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ലെസ്. സോ എയർ ഈസ് എ ഡെൻസർ മീഡിയം വിത്ത് റെസ്പെക്ട് ടു അയണോസ്ഫിയർ. അതായത് അയണോസ്ഫിയറായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എയർ ആണ് ഡെൻസർ മീഡിയം, അയണോസ്ഫിയർ റെയറർ മീഡിയം ആണ്. ആ റെയറർ മീഡിയത്തിലേക്ക് കിടക്കുമ്പോൾ ഇറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. ഓക്കെ, അതായത് അത് നോർമലിൽ നിന്നും പുറത്തേക്ക് അല്ലെങ്കിൽ എവേ ആയിട്ട് ബെൻഡ് ചെയ്യും. അപ്പോൾ ഈ അയണോസ്ഫിയറിൽ മുകളിലേക്ക് പോകുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? കുറഞ്ഞു വരിക. അപ്പോൾ അതെന്ത് ചെയ്യും? ഇങ്ങനെ നമ്മൾ പോകുന്ന ഒരു റേ, ഇങ്ങനെ അതായത് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന ഒരു റേ ആണെങ്കിൽ അവസാന സമയത്ത് എന്താകും? അത് പാരലാകും. ഓക്കെ, ദെൻ അഗെയിൻ ഇറ്റ് വിൽ ബെൻഡ് ഡൗൺവേർഡ്സ് തിരിച്ചു. കാരണം എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് കീപ് ഓൺ ഡിക്രീസ്. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒന്ന് മുകളിലേക്ക് പോകുന്നതോറും എന്താണ് സംഭവിക്കുന്നത്? നോർമൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ആ നോർമലിൽ നിന്ന് ഇങ്ങനെ നമ്മൾ എൻ്റെ കയ്യിലിരിക്കുന്ന പേന ഒരു റേ ആണെന്ന് വിചാരിക്കുക. ആ റേ ഇങ്ങനെ പോവാണ്. അത് മീൻസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഡിക്രീസിങ്. ദാറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. ഇങ്ങനെ. ഓക്കെ, പാരലായി കഴിയുകയാണ്. നോർമൽ ഇവിടെ നിൽക്കുകയാണ്. പാരലായി കഴിയുമ്പോഴത്തേക്ക് ഈ ഏറ്റവും ടോപ്പിലാണ് ഉള്ളതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവായിരിക്കും. ഇനി ആ റേ താഴേക്ക് പോകാൻ നോക്കുകയാണെങ്കിലോ എന്താണ് സംഭവിക്കുക? താഴേക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? അത് മനസ്സിലായോ? ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇവിടുന്ന് വന്ന റേയാണ് ഇങ്ങനെ വന്ന് ഏറ്റവും ടോപ്പിലെത്തി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതലായി. അറ്റ് ദാറ്റ് ടൈം ഇറ്റ് ഈസ് പാരലൽ. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഗോയിങ് ഡൗൺവേർഡ്സ് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് മോർ. താഴേക്ക് പോകുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടി വരികയാണ്. സോ ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. നേരത്തെ സംഭവിക്കേണ്ട ഓപ്പോസിറ്റ് സംഭവിക്കും. ആൻഡ് ഇവൻച്വലി അപ്പോൾ അതാണ് നിങ്ങളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാക്സിമം ആയി. പിന്നെ താഴേക്ക് വരണമെങ്കിലോ ഇറ്റ് ഹാസ് ടു ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. സോ ഇറ്റ് വിൽ റീച്ച് ഇവൻച്വലി ബാക്ക് ടു എർത്ത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമാണ് നമുക്ക് അതിൻ്റെ മെക്കാനിക്സ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ കാര്യം ചെയ്യാം. ഇപ്പോൾ ഓൺലൈനായിട്ടുള്ളവരൊക്കെ 102 ആൾക്കാരെ കാണുന്നുണ്ട്. ഞാനോട് ചേർത്തിട്ടാണ് 102 പേര്. ഇപ്പൊ 103 ആൾക്കാണ്. ഓക്കെ, ഞാൻ നിങ്ങൾ അറ്റൻഡൻസ് എടുക്കാൻ നോക്കുകയാണ്. എന്താ അറ്റൻഡൻസ് എടുക്കാൻ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നുണ്ട്. അറ്റൻഡൻസ് എടുക്കാൻ പറ്റുന്നില്ല എനിക്ക്.
ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഞാൻ ക്ലാസ് ഓട്ടോമാറ്റിക് അറ്റൻഡൻസ് പോസിബിൾ ആവുന്നില്ല. ഓക്കെ, ആരെങ്കിലും ഒരാൾ എന്ന് പറഞ്ഞപ്പോൾ ആരാണ്? ആരെങ്കിലും ഒരാൾ ഇപ്പോൾ പ്രസന്റ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ 102 ആൾക്കാരാണ് പ്രസന്റ് കാണിക്കുന്നത്. ഈ 102 ആൾക്കാരുടെ പേരൊന്ന് എഴുതി എനിക്ക് ഒന്ന് അയച്ചു തരും. ഓക്കെ, അപ്പൊ ആരെങ്കിലും വോളണ്ടറി ആയിട്ട് ചെയ്യാമോ? ഓക്കെ, ആമ്പിളി വോളണ്ടറി ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും 102 പേരാണുള്ളത്. ആൾക്ക് അത് എണ്ണം അത് കൂടാൻ പാടില്ല. ഈ 102 ആരെ കാണുന്നത് എനിക്ക് തീരുമാനിക്കാം. ഞാൻ എൻ്റെ പേരൊന്നും നോക്കിയിട്ടില്ല, പക്ഷെ എണ്ണം കൂടാൻ പാടില്ല. ഓക്കെ, സോ അത് എനിക്ക് ഒന്ന് എഴുതി അയച്ചു തരാം. ഇവിടെ നിങ്ങളുടെ അറ്റൻഡൻസ് എനിക്ക് മാനുവലി ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ അകത്ത് വരുന്നില്ല, എന്ത് പ്രോബ്ലം. ഓക്കെ, so now we are moving to next one, derivation. അപ്പൊ നമ്മൾ ഇത്രയും നേരം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അയനോസ്ഫിയറിന്റെ സ്ട്രക്ചർ കണ്ടു, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരി ചെയ്യുന്നത് കണ്ടു, അല്ലെ? ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ളത് ഒരു ഡെറിവേഷനിലേക്കാണ്. അപ്പോൾ ആ ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും എന്താണ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. മിക്കവാറും സമയങ്ങളിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ഡെറിവേഷൻ ആണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് അയനോസ്ഫിയർ. അപ്പോൾ നമ്മളിപ്പോൾ അയനോസ്ഫിയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഓക്കെ, നൗ വി ആർ ട്രൈങ് ടു ഡിറൈവ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് അയനോസ്ഫിയർ. അയനോസ്ഫിയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ ഡിറൈവ് ചെയ്ത് എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇത്രയാണ്. അയനോസ്ഫിയറിൽ എന്തുണ്ട്? അയോൺസ് ഉണ്ട്. ഓക്കെ, അയനോസ്ഫിയറിൽ അയോൺസ് ഉണ്ട്. ഈ അയോൺസിന്റെ പ്രസൻസ് മൂലമാണ് അവിടെ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയേഷൻ ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇതുകൊണ്ടാണ് ഇത് തിരിച്ച് റിഫ്ലക്റ്റ് ആയിട്ട് ഈ വേവ് വരുന്നത്. ഇപ്പോൾ ഒരു വേവ് അവിടെ ചെല്ലുമ്പോൾ അയനോസ്ഫിയറിൽ എന്ത് സംഭവിക്കും അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്? ഇത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ പ്രസന്റ്. ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും അവിടെ പ്രസന്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡും ഉള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ് നമ്മൾ അയനോസ്ഫിയറിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യണം. വി ആർ പ്രൊപ്പഗേറ്റിംഗ് ദിസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ടു ദ അയനോസ്ഫിയർ. ഓക്കെ, സോ ഇൻ അയനോസ്ഫിയർ വാട്ട് ഈസ് there already? എന്താണ് ഓൾറെഡി ഉള്ളത്? അയോൺസ് ആർ there. ഓക്കെ, അയോൺസ് മീൻസ് how an ion is forming. An ion is forming whenever an electron is coming out of an atom. ഒരു ആറ്റത്തിന് പുറത്തേക്ക് ഒരു ഇലക്ട്രോൺ വരുമ്പോഴാണ് ഒരു അയൺ ഉണ്ടാവുന്നത്. അപ്പം നമ്മളെ അറ്റ്മോസ്ഫിയറിൽ ഉള്ളത് ഗ്യാസസ് ആണ്. ഈ ഗ്യാസസ് ആറ്റംസ് ആണ് അയണോസ്ഫിയറിൽ ഉള്ളത്. ഈ ആറ്റംസിലേക്ക് സോളാർ ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ ഈ ആറ്റംസിൽ നിന്ന് ഇലക്ട്രോൺസ് ഒക്കെ എന്താണ് ഔട്ട്സൈഡിലേക്ക് പോകും. സോ there are ions. Ions means പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു അറ്റോമിക് പാർട്ടിക്കിൾ കാണും ആൻഡ് an electron, ഒരു ഇലക്ട്രോൺ കാണും. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക് എന്താണ് കോമ്പിനേഷൻ ഓഫ് അയണോസ്ഫിയർ. അയണോസ്ഫിയറിലുള്ളത് കുറച്ച് ഐസൊലേറ്റ് ആയി നിൽക്കുന്ന കുറച്ച് ഇലക്ട്രോൺസ് ആണ്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ആണ്, പോസിറ്റീവ് ചാർജുള്ള ആറ്റംസ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് നമ്മളങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ അതൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴോ അവിടെ ആരാണുള്ളത്? ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. നമ്മൾ ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവില് എന്തുണ്ട്? there is an electric field and in ionosphere there are charged particles. ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ we are basically talking about electrons only. നമ്മൾ ഇലക്ട്രോൺസിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അതെന്തായിരിക്കും കാര്യമൊന്നുമില്ല, കാര്യത്തിലേ ഉള്ളൂ. ഇലക്ട്രോൺസിന് മാസ് കുറവാണ് അല്ലേ, കമ്പയർഡ് ടു ആറ്റം. ഇലക്ട്രോൺസും ആറ്റംസും ആണുള്ളതാണ്. പോസിറ്റീവ് ചാർജുള്ള ആറ്റംസ് ആണ്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസിന് മാസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിലെ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഇലക്ട്രോൺസ് ആണ്. ദാറ്റ്സ് വൈ വി ആർ കൺസിഡറിങ് ഓൺലി അബൌട്ട് ഇലക്ട്രോൺസ്. ഓക്കെ, ഈ ഇലക്ട്രോൺസ് എന്ത് സംഭവിക്കും? In electromagnetic wave, an electric field is there. For an electron, there is a charge. There is a negative charge for an electron. So, what will happen when an electromagnetic wave incidents on this ionosphere? Ionosphere like electromagnetic wave പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല.
എന്താണ് ഈ ഇലക്ട്രോണിന് ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ചാർജ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് വെച്ചിരിക്കുന്ന എഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ഓക്കെ, അപ്പൊ ആ ഒരു ഐഡിയയിൽ നിന്നാണ് നമ്മൾ ഡെറിവേഷനിലേക്ക് പോകുന്നത്. ഓക്കെ, നമ്മുടെ ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എന്താണ്? അയണോസ്ഫിയർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് അയണോസ്ഫിയർ ആണ്. അപ്പൊ നമുക്ക് ഞാൻ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഈ അയണോസ്ഫിയറിൽ കണ്ടക്ഷൻ നടക്കുന്നത് രണ്ട് രീതിയിലാണ്. അയണോസ്ഫിയറിലെ എല്ലാ ആറ്റംസും അയണൈസ്ഡ് ആയിക്കൊള്ളും നിർബന്ധമില്ല. ദർ ആർ അൺഅയണൈസ്ഡ് ആറ്റംസ് ഓൾസോ. അപ്പോൾ ഈ അയോണൈസ്ഡ് ആയിട്ടുള്ള ആറ്റംസിന് കറസ്പോണ്ടിങ് ആയിട്ട് അത്രയും തന്നെ ഇലക്ട്രോൺസ് കാണും. അപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വരുമ്പോൾ അതിൽ ഇലക്ട്രിക് ഫീൽഡ് ഈ ഇലക്ട്രോൺസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും the electrons will start to oscillate. അതായത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്, അതൊരു വേവ് ആയിട്ടാണ് വരുന്നത്. ഓസിലേഷൻസ്. അപ്പോൾ ഓസിലേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ ഓസിലേറ്റ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അതേ പാറ്റേണിൽ ഓസിലേറ്റ് ചെയ്യും. സോ if an ion, consider an electron situated in the ionosphere. Ionosphere ഇരിക്കുന്ന ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം whenever an electromagnetic wave is coming, it experience an electric field is coming, an oscillating electric field is coming. An oscillating electric field വരുന്നതായിട്ടാണ് ionosphere ഇരിക്കുന്ന ഒരു ഇലക്ട്രോണിന് തോന്നുന്നത്. So എന്താണ്? That oscillating electric field will exert a force on this electron. That means the electron will also oscillate. The electron അങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എ ചാർജ് അല്ലെ? ഒരു ചാർജ് ഓസിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുക അല്ലെ? ഒരു ചാർജ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? മൂവ്മെന്റ് ഓഫ് ചാർജ് ഇറ്റ്സ് എ കറന്റ്. അപ്പോൾ അവിടെ ഒരു കറണ്ട് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് നമ്മളുടെ അയണോസ്ഫിയറിലെ ഇലക്ട്രോൺസിലെ ഇൻഫ്ലുവൻസ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ആ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ദർ ഇസ് എ കറന്റ്. അവിടെ ഒരു കറന്റ് ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം എ കറന്റ് ഈസ് induced by the electromagnetic waves on the electrons in the ionosphere. അയോണോസ്ഫിയറിലെ ഇലക്ട്രോൺസിലേക്ക് ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യാൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പറ്റുന്നുണ്ട്. സോ ദർ ഈസ് ആൻ ഇൻഡ്യൂസ്ഡ് കറന്റ് ഓർ ഇൻഡക്ഷൻ കറന്റ്. ഒരു ഇൻഡക്ഷൻ കറണ്ട് എന്ന് പറയുന്ന കറണ്ട് അവിടെ ഫോം ചെയ്യും. ഓക്കെ, പിന്നെ അൺഅയണൈസ്ഡ് ആയിട്ടുള്ള ആറ്റംസ് അവിടെ ഉണ്ട്. ഈ അൺഅയണൈസ്ഡ് ആയിട്ടുള്ള ആറ്റംസിലേക്ക് വരുമ്പോഴോ ദർ ഈസ് എ കണ്ടക്ഷൻ കറന്റ്. നോർമലി ഒരു കണ്ടക്ഷൻ കറണ്ട് ആണുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് മാക്സ്വെൽ സിക്വേഷൻസിൽ സ്റ്റേജിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? കണ്ടക്ഷൻ കറണ്ട് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഇവിടെ നമ്മൾ ആ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോറി, ആ ഇൻഡക്ഷൻ കറണ്ടിനെയും ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെയാണ്, കണ്ടക്ഷൻ കറണ്ടിനെയും ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെയാണ് നമ്മളിവിടെ ഇൻഡക്ഷൻ കറണ്ട് ആൻഡ് കപ്പാസിറ്റീവ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, കപ്പാസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഅയണൈസ്ഡ് ആയിട്ടുള്ള ആറ്റംസിൽ കൂടെയുള്ള കറണ്ട്. ഓക്കെ, ഇൻഡക്ഷൻ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ്യൂസ് ചെയ്ത് വരുന്നത് അയോണൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാക്കുന്ന കറണ്ട്. അപ്പോൾ ഈ രണ്ട് കറണ്ടുകളാണ് എവിടെയുള്ളത്? നമ്മുടെ അയോണോസ്ഫിയറിലുള്ളത്. അപ്പം ബേസിക് ആയിട്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞ സമ്മറൈസ് ചെയ്ത് പറയാം. ദർ ക്യാൻ ബി ടു കറണ്ട്സ് ഇൻ ദ അയോണോസ്ഫിയർ. ഫസ്റ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഓൺ ദ അയോണോസ്ഫിയറിക് ഇലക്ട്രോൺസ്. അപ്പോൾ അയോണോസ്ഫിയറിക് ഇലക്ട്രോൺസിൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒന്ന് ഇൻഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? അത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അതങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഫ്കോഴ്സ് ചാർജ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് എ കറന്റ്. പിന്നെ അങ്ങനെ അൺഅയണൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിലൂടെ നടക്കുന്നത് കപ്പാസിറ്റീവ് കറണ്ട്. കപ്പാസിറ്റീവ് കറണ്ട് എന്ന് പറഞ്ഞാൽ നടുക്കത്തെ പാർട്ടിക്കിൾ അൺഅയണൈസ്ഡ് ആയിരിക്കും, ബാക്കി രണ്ട് സൈഡിലും ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ആ ഒരു മീനിങ്ങിലാണ് ഇതിന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഡെറിവേഷനിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഡെറിവേഷൻ ഡെറിവേഷൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് തന്ന നോട്ടിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് പറഞ്ഞു പോകാം. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഒരിക്കലും ഇവിടെ എഴുതി കാണിക്കാനുള്ള സ്കോപ്പില്ല. ഓക്കെ, സോ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരും റിപ്ലൈ ചെയ്യുന്നില്ല. കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവരും പോയോ? ഓക്കെ, ഇപ്പോൾ നമ്മൾ
ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിലെ ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാണ്. ഈസ് ഈക്വൽ ടു EM സൈൻ ഒമേഗ ടി. ജസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? വോൾട്സ് പെർ മീറ്റർ ആയിരിക്കും. ഓക്കെ, സോ ഈ ഇലക്ട്രിക് ഫീൽഡാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിലുള്ളത്. ഈ ഇലക്ട്രിക് ഫീൽഡ് അയണോസ്ഫിയർ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് സ്മോൾ ഇ. ഓക്കെ, ആ സ്മോൾ ഇ ചാർജ് ഉള്ള ഇലക്ട്രോൺസിലേക്ക് നമ്മുടെ ക്യാപിറ്റൽ ഇ ഈക്വൽ ടു EM സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോഴത്തേക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? F is equal to ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. ദാറ്റ് ഈസ് ബേസിക് ഇക്വേഷൻ ആണ്. F is equal to QE എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ആ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ആണ്. ഇവിടെ നമ്മൾ ഇലക്ട്രോണിക് ചാർജ് Qന് പകരം E ആയിട്ട് എടുക്കുന്നുള്ളത്. സോ F is equal to E into E. ആ നെഗറ്റീവ് സൈൻ എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? ബിക്കോസ് വി ആർ കൺസിഡറിങ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഇലക്ട്രോൺസിനെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സ്മോൾ ഇ ആൻഡ് എ നെഗറ്റീവ് സൈൻ, നമ്മൾ നെഗറ്റീവ് സൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഒരു ഇലക്ട്രോണിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രോൺസിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് സ്മോൾ ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ. ഓക്കെ, യൂണിറ്റ് ന്യൂട്ടൺ, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. അപ്പം ഈ ഒരു ഫോഴ്സ് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഒരു ഇലക്ട്രോൺ അവിടെ നിൽക്കുന്നു. ആ ഇലക്ട്രോണിലേക്ക് ഇലക്ട്രിക് ഫീൽഡിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ദാറ്റ് വിൽ ഓസിലേറ്റ് അക്കോർഡിംഗ് ടു ദ വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഓസിലേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട് അല്ലേ? മൂവ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ ദർ ഇസ് എ വെലോസിറ്റി. ഒരു വെലോസിറ്റി ഒരു വെലോസിറ്റിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ആക്സലറേഷൻ. സോ വി ക്യാൻ യൂസ് ദ ബേസിക് ന്യൂട്ടൺസ് ഇക്വേഷൻ. ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പോൾ അതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ഒരു ആക്സലറേഷന് കാരണമാകുന്നുണ്ട്. സോ വി ക്യാൻ ഈക്വേറ്റ് ബോത്ത് ദീസ്. ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് ആയിരിക്കും ആ ആക്സലറേഷനെ ഇലക്ട്രോൺസിനെ ആക്സലറേറ്റ് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് ആ ഫോഴ്സ് ഈ ഫോഴ്സ് ഈക്വൽ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് നെഗറ്റീവ് ഓഫ് ക്യാപിറ്റൽ ഇ, ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു സ്മോൾ ഇ, ദാറ്റ് ഈസ് ചാർജ് ഓഫ് ഇലക്ട്രോൺ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഓഫ് ഇലക്ട്രോൺ. സോ small m is the mass of electron, and acceleration we can represent it as rate of change of velocity. Okay, so the acceleration is represented as d by dt of p. So just equate ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? d by dt of v is equal to capital E into small e divided by small m. Okay, then we want to find out the velocity. നമുക്ക് അതിന്റെ വെലോസിറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. രണ്ട് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യും. ഡി വിനെ ഇങ്ങോട്ട് എടുത്തു, ഡി വിനെ ഇപ്പുറത്തേക്ക് വി ടി അങ്ങോട്ട് പോയി വെലോസിറ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി എക്സ്പ്രഷൻ കിട്ടും. നമ്മൾ എന്തിനാണ് ഈ വെലോസിറ്റി കാണുന്നത്? നമ്മൾ ബേസിക്കലി ഇതിന്റെ ആദ്യത്തെ തിയറിക്ക് അറിയാൻ രണ്ട് ടൈപ്പ് കറണ്ട് ആണുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണം. ഈ രണ്ട് ടൈപ്പ് കറണ്ട് കണ്ടുപിടിക്കണം അല്ലെ? നമുക്ക് ഇലക്ട്രോൺസിന്റെ മോഷൻ മൂലം ഉണ്ടാകുന്ന ഇൻഡക്റ്റീവ് കറണ്ട് കണ്ടുപിടിക്കണം, പിന്നെ കപ്പാസിറ്റീവ് കറണ്ട് കണ്ടുപിടിക്കണം. ഈ രണ്ട് കറണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്, കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. വെലോസിറ്റി എന്ന് വെച്ചാൽ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. വാട്ട് ഈസ് ബേസിക്കലി കറണ്ട്? ഈസ് മൂവ്മെന്റ് ഓഫ് ചാർജ് പാർട്ടിക്കിൾസ്. ഇപ്പൊ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ വെലോസിറ്റി ഉണ്ട്. അതിന്റെ വെലോസിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചാർജ് പാർട്ടിക്കിൾസിന്റെ ചാർജുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കറണ്ട് കണ്ടുപിടിക്കാൻ പോകും. ഓക്കെ, Q by T അതാണ് എന്ത്? Q എന്ന് പറഞ്ഞാൽ ചാർജ് ഡിവൈഡ് ബൈ ടൈം, അതാണ് കറണ്ട് ബേസിക്കലി. അപ്പൊ നമുക്ക് ഇവിടെ ടൈം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലേ? അപ്പൊ വെലോസിറ്റി കണ്ടുപിടിച്ചാൽ അവിടെ ഡിവൈഡ് ബൈ ടൈം വരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ചാർജ് ഉണ്ടെങ്കിൽ ഇത് രണ്ടോട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങൾ വെറുതെ ബൈഹാർട്ട് പിടിച്ച് ചെയ്തുകൊണ്ട് കാര്യമില്ല, എല്ലാത്തിനും റീസൺ ഉണ്ട്. അപ്പൊ കറണ്ട് കണ്ടുപിടിക്കാം, അതിന് വേണ്ടിയിട്ട് ഈക്വേഷനകത്ത് വെലോസിറ്റി വേഗം കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ദ ഐഡിയ ബിഹൈൻഡ് ദിസ്. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു E by m omega em cos omega t എന്ന് കിട്ടി. ഓക്കെ, നൗ ഇഫ് n is the number of electrons per cubic meter. അപ്പൊ നമ്മൾ ഈ E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, E is equal to em sin omega t എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഈ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് യൂണിറ്റ് ആണ് അല്ലെ, വോൾട്സ് പെർ മീറ്റർ എന്നാണ്. അപ്പൊ ഒരു ക്യൂബിക് മീറ്ററിൽ ഇത്രയും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്നുള്ളതാണ് അസംഷനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്നു ഒരു ക്യൂബിക് മീറ്ററിൽ n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഇലക്ട്രോൺസ് എല്ലാം കൂടി ഉണ്ടാകുന്ന ടോട്ടൽ കറണ്ട്, ആ ഇലക്ട്രോൺസ് എല്ലാം കൂടി
കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ടോട്ടൽ കറണ്ട് എത്രയായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ E ഇൻറ്റു വി ആയിരിക്കും, വേർ വി ഇസ് ദ വെലോസിറ്റി. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ പെർ ക്യൂബിക് മീറ്ററിൽ എടുക്കുന്നതുകൊണ്ട് വെലോസിറ്റിക്കകത്ത് ഡിസ്പ്ലേസ്മെന്റ് ടൈം വരും ഞാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ബിക്കോസ് വി ആർ കൺസിഡറിങ് ഇറ്റ് പെർ യൂണിറ്റ് മീറ്റർ. നമ്മളൊരു ക്യൂബിക് മീറ്ററിലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, വെലോസിറ്റി ഇൻറ്റു ചാർജ് ചെയ്താൽ മതി. ഓക്കെ, ഇൻ വെലോസിറ്റി ഡിനോമിനേറ്റർ 1 ടൈം ഈസ് ദയർ. ഓക്കെ, ചാർജിന്റെ ഭാഗത്ത് ക്യൂ ഉണ്ട്, അപ്പോൾ ക്യൂ ബൈ ടി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇൻ വെലോസിറ്റി ഇൻ ന്യൂമറേറ്റർ 1 ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദയർ. ദാറ്റ് ഈസ് there is no need to consider that displacement here, because നമ്മൾ എന്താണ് എല്ലാത്തിനെ യൂണിറ്റ് മീറ്ററിലാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ നമുക്ക് അപ്പോൾ കറണ്ട് എങ്ങനെ കിട്ടും? IE നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു ചാർജ് ഇൻറ്റു വെലോസിറ്റി. സോ നമുക്ക് ഇതെല്ലാം എക്സ്പ്രഷൻ എല്ലാം നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ വി വിൽ ഗെറ്റ് നെഗറ്റീവ് ഓഫ് n e സ്ക്വയർ ഡിവൈഡ് ബൈ m ഒമേഗ ഇൻറ്റു em cos ഒമേഗ. നിങ്ങൾ നോക്കിയേ, ഇവിടെ നമുക്ക് കറണ്ട് കിട്ടിയത് കൊസൈൻ ടൈമിലാണ് അല്ലെ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ em sin ഒമേഗ ടി എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. em sin ഒമേഗ ടി എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അതിന്റെ അത് ഉണ്ടാക്കുന്ന കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ എവിടെ വന്നു? കറണ്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെ വന്നു? കറണ്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് കൊസൈൻ ടൈമിൽ വന്നു. സോ വി ക്യാൻ സേ ദാറ്റ് കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ബൈ 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡക്റ്റീവ് കറണ്ടിന്റെ എക്സ്പ്രഷൻ. അതായത് ഈ കറണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇൻഡ്യൂസ് ചെയ്താണ് ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ഇൻസിഡന്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഇലക്ട്രിക് ഫീൽഡ് അയണോസ്ഫിയറിലെ ഇലക്ട്രോൺസിനെ വൈബ്രേറ്റ് ചെയ്യിച്ച് ആ ഒരു അല്ലെങ്കിൽ അയണോസ്ഫിയറിലെ ഇലക്ട്രോൺസിനെ ഇൻഡ്യൂസ് ചെയ്യിച്ച് ഉണ്ടാകുന്ന കറണ്ടാണ്. സോ ദിസ് ഈസ് ഇൻഡ്യൂസ് കറണ്ട്. നമ്മൾ ആ ബേസിക് ഐഡിയാസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രോൺസിനെ ഒരു ഫോഴ്സ് എക്സെർട്ട് ചെയ്യും, ആ ഫോഴ്സ് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് ആ കറണ്ട് എന്ന് പറയുമ്പോൾ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ദാറ്റ് ഈസ് എ മൂവ്മെന്റ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചത്. ഓക്കെ, സോ വി ഓൾറെഡി സെഡ് ദാറ്റ് ബിസൈഡ് ദിസ് ഇൻഡക്റ്റീവ് കറണ്ട് there is a capacitive or displacement current IC. ഈ രണ്ട് കറണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. കപ്പാസിറ്റീവ് കറണ്ട് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷൻ വളരെ ബേസിക് ഇക്വേഷൻ ആണ്. നിങ്ങൾ മാക്സ്വെൽസ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. d/dt ഓഫ് ക്യാപിറ്റൽ D, where capital D is epsilon 0 into E. So we just need to differentiate our electric field, that is Em sin omega t. So we will get IC or capacitive current or displacement current as epsilon 0 omega Em cos omega t. Okay, that epsilon 0 is the epsilon 0 constant, dielectric constant. Okay, epsilon 0 is the dielectric constant. So അപ്പോൾ നമുക്ക് രണ്ട് കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ടോട്ടൽ കറണ്ട് എന്തായിരിക്കും? ടോട്ടൽ കറണ്ട് ത്രൂ എ ക്യൂബിക് മീറ്റർ ഓഫ് അയണൈസ്ഡ് മീഡിയം ഈസ് ഇറ്റ് വിൽ ബി ദ സം ഓഫ് കണ്ടക്ഷൻ കറണ്ട് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, സം ഓഫ് IC ആൻഡ് IE. ഓക്കെ, സോ നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്യാണ്. ജസ്റ്റ് ആഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് നമ്മൾ ഒമേഗ EM എന്ന് പറയുന്ന ഒരു ടേം പുറത്തേക്ക് എടുക്കുകയാണ്. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ടോട്ടൽ കറണ്ടിന്റെ എക്സ്പ്രഷൻ നിങ്ങൾ നോക്കുക. ഈ ICയുടെ എക്സ്പ്രഷൻ നോക്കിയേ. ഈ ICയുടെ എക്സ്പ്രഷൻ്റെ അകത്ത് ഒമേഗ EM പിന്നെ ഒരു സൈൻ അല്ലെങ്കിൽ കൊസൈൻ ടൈം, അതിന്റെ കൂടെ ഒരു മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു കോൺസ്റ്റന്റ്, ആ ഒരു ഫോമിലേക്ക് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ ഒരു ഫോമിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒമേഗ EM കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കും. ആ ഫോമിലേക്ക് കിട്ടുന്നത് എന്തിനാണെന്ന് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ മനസ്സിലാവും. ഞാനിവിടെ ഒമേഗ EM പുറത്തേക്ക് എടുത്തു, പിന്നെ ഒരു കൊസൈൻ ടൈം ഉണ്ട്, പിന്നെ ബാക്കി ഒരു ടൈം കിടപ്പുണ്ട് epsilon 0 minus n e square divided by m omega square. ഇങ്ങനെ ഒരു ടൈം കിടപ്പുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കി ഈ ടൈം എന്തായിരിക്കും? നമുക്ക് ഈ രണ്ട് ഇക്വേഷനെ കമ്പയർ ചെയ്തിട്ട് പറയാൻ പറ്റും. IC ഇക്വേഷന് ഇപ്പൊ നമുക്ക് ടോട്ടൽ കറണ്ടിന് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ കമ്പയർ ചെയ്തിട്ട് പറയാൻ പറ്റും. ടോട്ടൽ കറണ്ട് I ആണ് അല്ലെ. ICക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് epsilon 0 ഒമേഗ EM cos ഒമേഗ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒമേഗ ഉണ്ട്, EM ഉണ്ട്, cos ഒമേഗ ടി ഉണ്ട്. ഏതാണ് മിസ്സിങ്? epsilon 0 ആണ് മിസ്സിങ്. epsilon 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ഫ്രീ സ്പേസ് അല്ലെ. അപ്പം അത് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഇനി ഇവിടെ വരേണ്ട ഒരു ടൈം എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കണം? ഒരു ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം ഇവിടെ ഒമേഗ ഉണ്ട്, EM cos ഒമേഗ ടി ഉണ്ട്. രണ്ട് കറണ്ടിന്റെ ഇക്വേഷൻ ആണ്. ഇത് ICയുടെ ഇക്വേഷൻ ആണ്, ഇത് ID ഇക്വേഷൻ ആണ്. അപ്പൊ ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ
ഈ എപ്സിലോൺ സീറോ മൈനസ് എൻ ഇ സ്ക്വയർ ഡിവൈഡ് ബൈ എം ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന ടേം ഇതൊരു ഡൈലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പൊ നമ്മളിവിടെ എന്താണ് കണ്ടുപിടിച്ചത്? ടോട്ടൽ കറണ്ട് ഇൻ ദ അയനോസ്ഫിയർ. ടോട്ടൽ കറണ്ട് ഇൻ ദ അയനോസ്ഫിയർ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ ടോട്ടൽ കറണ്ട് ഇൻ ദ അയനോസ്ഫിയർ ആണ് കണ്ടുപിടിച്ചതെങ്കിൽ ഇവിടെ വരേണ്ട ടേം എന്തായിരിക്കണം? ഏത് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ആയിരിക്കണം അത്? ദാറ്റ് ഈസ് ദ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് അയനോസ്ഫിയർ. ടോട്ടൽ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഓർ ഇഫക്റ്റീവ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് അയനോസ്ഫിയർ ആയിരിക്കണം ഏത് ടേം? ഈ എപ്സിലോൺ സീറോ മൈനസ് എൻ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്തിട്ട് we can say that the effective dielectric constant epsilon of the ionosphere is given by epsilon is equal to epsilon 0 minus n e square divided by m omega square. Okay, ഈ ഒരു കാര്യത്തിലേക്ക് പറയാൻ പറ്റും. സോ നമുക്ക് എപ്സിലോൺ സീറോ അതിൻ്റെ അകത്ത് പുറത്തെടുക്കാം. അതിന് എപ്സിലോൺ സീറോ പുറത്തെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? We are going to find out the refractive index of ionosphere. നമ്മൾ അയോണോസ്ഫിയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ബേസിക് ഇക്വേഷൻ എന്താണ്? വളരെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് റേഷ്യോ ഓഫ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ്സ് വിൽ ഗീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതായത് ഡൈലക്ട്രിക് കോൺസ്റ്റന്റുകളുടെ റേഷ്യോയുടെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ എപ്സിലോൺ എന്ന് പറയുന്നത് നമ്മളുടെ അയോണോസ്ഫിയറിന്റെ ടോട്ടൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ എപ്സിലോൺ സീറോ എന്ന് പറയുന്നത് ഫ്രീ സ്പേസിന്റെ അല്ലെങ്കിൽ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അയനോസ്ഫിയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. ഇപ്പൊ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഗ്ലാസിന്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എടുക്കുക ഡിവൈഡഡ് ബൈ എയറിന്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എടുക്കുക, ഇതിന്റെ റൂട്ട് എടുക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടിയിരുന്ന അയനോസ്ഫിയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരുന്നു. അപ്പൊ അതിന് നമുക്ക് അറിയാവുന്ന കാര്യം അയനോസ്ഫിയറിൽ ഒരു എന്താണ് ഇൻഡക്റ്റീവ് കറണ്ടും ഉണ്ട്, പിന്നെ കപ്പാസിറ്റീവ് കറണ്ടും ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും ഉണ്ട്. ഇൻഡക്റ്റീവ് കറണ്ട് എന്ന് പറയുന്നത് അയോൺസിന്റെ മോഷൻ മൂലം ഉണ്ടാകുന്നതാണ്. അപ്പൊ നമ്മൾ അതിനെ ബേസിക് ആയിട്ട് നമുക്ക് അറിയാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഉണ്ടാകുന്ന ഫോഴ്സും പിന്നെ വെലോസിറ്റി കൊണ്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആക്സലറേഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഫോഴ്സും രണ്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് അതിന്റെ അകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇൻഡക്റ്റീവ് കറണ്ട് കണ്ടുപിടിച്ചു. പിന്നെ കപ്പാസിറ്റീവ് കറണ്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന് നമുക്ക് ബേസിക് ആയിട്ട് ഒറ്റ ഇക്വേഷൻ ഉള്ളൂ. ആ ഇക്വേഷൻ ഇട്ടിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ടോട്ടൽ കറണ്ട് നമ്മൾ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ അകത്ത് കോമൺ ആയിട്ടുള്ള ടേംസ് ഒക്കെ നമ്മൾ എടുത്ത് മാറ്റി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു കാര്യം മനസ്സിലായി? There is another term remains. That term is nothing but, since we are dealing with the total current, the remaining term is the total or effective dielectric constant of ionosphere. So ionosphere dielectric constant നമുക്ക് കിട്ടും. ആ ionosphere dielectric constant you have to take ratio with dielectric constant of air. Then we are going to get the refractive index of ionosphere. So അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? എപ്സിലോൺ നമുക്ക് കിട്ടി, എപ്സിലോൺ സീറോ അവിടെ ഉണ്ട്. എപ്സിലോൺ സീറോ ഇക്വേഷനകത്ത് പുറത്തേക്ക് എടുത്തു. വി ജസ്റ്റ് took the ratio of epsilon and epsilon zero and we find out the square root. That will give you the refractive index of ionosphere. അപ്പോൾ നമ്മൾ mu എന്നാണ് refractive index of ionosphere represent ചെയ്യുന്നത്. That is the relative root of ഈ എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എപ്സിലോൺ ബൈ എപ്സിലോൺ സീറോ, അതിനെ എപ്സിലോൺ ആർ എന്ന് പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് അയനോസ്ഫിയർ. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ഇയുടെ വാല്യൂ അറിയാം, എപ്സിലോൺ സീറോയുടെ വാല്യൂ അറിയാം, അല്ലെ? ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ഓഫ് ഇലക്ട്രോൺ, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എപ്സിലോൺ സീറോ അറിയാം, എം അറിയാം, മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf. ഓക്കെ, എഫ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ്, നമ്മൾ കൊടുക്കുന്ന വേവിന്റെ ഫ്രീക്വൻസിയാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം കോൺസ്റ്റന്റ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആയിട്ട് ആൻസർ എങ്ങനെ കിട്ടും? mu is equal to root of 1 minus 81n divided by f square. ഓക്കെ, ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. ഇതെന്താണ് പറയുന്നത്? ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് അയണോസ്ഫിയർ എന്ന് പറയുന്നതിന് രണ്ട് കാര്യങ്ങൾ മാത്രമേ സ്വാധീനിക്കുന്നുള്ളൂ. എന്താണ്? ഫസ്റ്റ് വൺ n is the number of electrons per cubic meter, or we can call it as ionic density. പിന്നെ എന്താണ്? f, അതായത് ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡന്റ് വേവ്, നമ്മൾ കൊടുക്കുന്ന വേവിന്റെ ഫ്രീക്വൻസി. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന വേവിന്റെ ഫ്രീക്വൻസിയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ ക്യൂബിക് മീറ്റർ, ഈ രണ്ട് കാര്യങ്ങളാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് അയണോസ്ഫിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം. ഇതിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഇതിനകത്ത് പറയാൻ പറ്റും. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന അയണോസ്ഫിയറിന് അതിന് മാക്സിമം വരാൻ പറ്റുന്ന വാല്യൂ എത്രയായിരിക്കും?
മാക്സിമം വരാൻ പറ്റുന്ന വാല്യൂ 1 ഉള്ളൂ. കാരണം 1 നിന്ന് മൈനസ് ചെയ്തൊരു ക്വാണ്ടിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് മാക്സിമം വരാൻ പറ്റുന്ന വാല്യൂ 1 ആണ്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ 1 ആയിട്ടാണ് പറയുന്നത്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അയണോസ്ഫിയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും, കുറഞ്ഞാണ് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും 1നേക്കാളും കുറവുള്ളൊരു വാല്യൂ അയണോസ്ഫിയറിന് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് ഏറ്റവും മാക്സിമം 1 വരാം. അപ്പോൾ അത് എയർ ആയി. അയണോസ്ഫിയർ ആകുമ്പോഴത്തേക്കും 1നേക്കാൾ കുറഞ്ഞ ഒരു ഇതായിരിക്കും. ഓക്കെ, ഇനി ഇപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക. ഈ 81n/x² എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, വാട്ട് ഇഫ് ദിസ് ക്വാണ്ടിറ്റി ഈസ് ഗ്രേറ്റർ? ഈ 81n/x² എന്ന് പറയുന്നത് 1നേക്കാട്ട് ഗ്രേറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ കിട്ടും. ഒരു നെഗറ്റീവ് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എന്ന് വെച്ചാൽ അത് ഇമാജിനറി ആണ് അല്ലേ, അങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പൊ അതിന്റെ മീനിങ് എന്താ? അതിന്റെ മീനിങ് ഇത്രേ ഉള്ളൂ, അങ്ങനെ വരുന്ന സമയത്ത് ആ വേവ് എന്ത് ചെയ്യും? എസ്കേപ്പ് ആയി. അത് അയണോസ്ഫിയറിന് അതിന് റിഫ്ലക്ട് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഈ ഡെറിവേഷനകത്ത് പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ്. നമ്മൾ നേരത്തെ ഡെറിവേഷൻ കമ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും അത് പറയണമെന്ന് എന്തെങ്കിലും കാര്യത്തിൽ ഇതിൻ്റെ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഭാഗം ക്ലിയർ ആയിട്ടോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഒന്നുമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് മെക്കാനിസം ഓഫ് റേഡിയോ വേവ് ബെൻഡിങ്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. ഓക്കെ, മെക്കാനിസം ഓഫ് റേഡിയോ വേവ് ബെൻഡിങ്, അതായത് നമ്മുടെ ഈ റേഡിയോ വേവ് എങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാനത് ഓൾറെഡി ഒരു ഓൾമോസ്റ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് അതിൻ്റെ ഒരു എന്താണ് ഒരു പ്രസന്റേഷൻ കാണാം. ഓക്കെ, നിങ്ങൾ നോക്കാം. ഇതാണ് മെക്കാനിസം ഓഫ് റേഡിയോ വേവ് ബെൻഡിങ്. ഇത് കാണാൻ പറ്റുന്ന വിചാരിക്കും അല്ലേ. അപ്പം അയണോസ്ഫിയറിനെ ആണ് കാണിച്ചിരിക്കുന്നത് പല ലെയർ ആയിട്ട്. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ എൻ ഇൻക്രീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എൻ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോണിക് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ അയോണിക് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിക്രീസ് ചെയ്യും. അതാണ് റൈറ്റ് മോസ്റ്റ് എൻഡിൽ കാണിച്ചിരിക്കുന്നത് ഡിക്രീസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ഡെൻസർ മീഡിയം ആണ് എയർ. കാരണം എയറിന് മ്യൂ 1 ആണ്, അയണോസ്ഫിയർ മ്യൂ <1 ആയിരിക്കും. അതുകൊണ്ട് അയണോസ്ഫിയർ ഒരു റെയറർ മീഡിയം ആയിരിക്കും. അപ്പൊ നമ്മൾ ട്രാൻസ്മിറ്ററിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാണ്. ട്രാൻസ്മിറ്ററിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഒരു റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പറ്റുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ പെർപെൻഡിക്കുലർ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. പെർപെൻഡിക്കുലറിന് എവേ ആയിട്ട് ബെൻഡ് ചെയ്യും, അല്ലെങ്കിൽ നോർമലിൽ നിന്ന് എവേ ആയിട്ട് ബെൻഡ് ചെയ്യും. അങ്ങനെ ഓരോരോ ലെയർ പോകുന്തോറും ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. സോ it is bending away from the normal, and at one point, that is PM, at that point it will come flat out. അപ്പോൾ അതാണ് ഒരു വേവിന് എത്താൻ പറ്റുന്ന മാക്സിമം പോയിന്റ് ഇൻ അയണോസ്ഫിയർ. അയണോസ്ഫിയറിൽ അതിന് എത്താൻ പറ്റുന്ന മാക്സിമം പോയിന്റ് അതാണ്. ആ പോയിന്റിലായിരിക്കും എൻ മാക്സിമം ആയിട്ടുള്ളത്. ഓക്കെ, ന്യൂ അവിടെ മിനിമം ആയിരിക്കും. അവിടുന്ന് പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും? അതങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് പിന്നെ താഴേക്ക് വരും അല്ലേ. താഴേക്ക് വരുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം എ റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് എങ്ങനെ ബെൻഡ് ചെയ്യണം? ഇറ്റ് ഹാസ് ടു ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ അല്ലേ. അപ്പൊ താഴേക്ക് തന്നെ ബെൻഡ് ചെയ്യണം. ഇറ്റ് ഹാസ് ടു ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ, ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് അയണോസ്ഫിയർ ആൻഡ് കമ്മിങ് ബാക്ക് ടു ദ റെസിഡ്. ഇതാണ് അതിന്റെ മെക്കാനിസം ഓഫ് ബെൻഡിങ്. അപ്പൊ നമുക്കൊരു കാര്യം പറയാം. നമ്മൾ എപ്പോഴും പറയാറുണ്ട് അയണോസ്ഫിയർ എന്ത് ചെയ്യാണ്? റേഡിയോ വേവ്സിന് അല്ലെങ്കിൽ സ്കൈ വേവ്സിന് അയണോസ്ഫിയർ റിഫ്ലക്ട് ചെയ്യാന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഒരു സ്ഥലത്തും റിഫ്ലക്ഷൻ കണ്ടിട്ടില്ല. We are not at all seeing any reflection, but instead we have seen a series of refractions, and it will act as a reflection. A series of refractions are there, step by step refractions, and it will constitute a reflection. This is called
ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ we can say that the reflection of ionosphere is caused by a series of refractions. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ജസ്റ്റ് അതൊന്ന് ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് നമ്മുടെ നോട്ടിൽ അത് പറഞ്ഞിട്ടുണ്ട്. മെക്കാനിസം ഓഫ് റേഡിയോ വേവ് ബെൻഡിങ്. ഓക്കെ, അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു സയന്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ തിയററ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോടെയാണ് പറയുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് അയനോസ്ഫിയറിന്റെ ബേസിക് ഇക്വേഷൻ എടുത്തു, 1 - 81 n/f². അതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് സ്നെൽസ് ലോ വെച്ച് പറയാൻ പറ്റും. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഡിവൈഡ് ബൈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ ഈ ഒരു കാര്യമാണ് എടുത്തിരിക്കുന്നത്. mu is equal to sin I by sin r, where I is the angle of incidence and r is the angle of refraction. അപ്പോൾ ഈ ടോട്ടൽ എന്താണ്, അതായത് നമ്മുടെ വേവ് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ ഈ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, 90 ഡിഗ്രി വരണം അല്ലെ. അതായത് ഇത് പാരലായിട്ട് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ വേവ് ഇങ്ങനെ പോയി 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 അവസാനം നമ്മുടെ നോർമലുമായിട്ട് 90 ഡിഗ്രി, നോർമലായിട്ട് 90 ഡിഗ്രി ആകുമ്പോഴല്ലേ അത് വേവ് പാരലാവത്തുള്ളൂ. ആ ഒരു കേസിൽ വന്നെങ്കിൽ മാത്രമേ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പൊ നേരത്തെ കാണിച്ച ഫിഗറിലെ PM എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും റിഫ്രാക്ഷന്റെ ആംഗിൾ എന്തായിരിക്കും, ദാറ്റ് വിൽ ബി 90 ഡിഗ്രി. സോ ആ പോയിന്റിലെ മ്യൂവിനെ നമ്മൾ μm എന്ന് പറയുകയാണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് അവിടെ കാണിച്ചിട്ടുണ്ട്, PM എന്ന് പറയുന്ന ഈ പോയിന്റിൽ വരുമ്പോൾ ഇത് പാരല്ല അല്ലെ, അതായത് ഈ നോർമലായിട്ട് 90 ഡിഗ്രി വരും. സോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ബിക്കംസ് 90 ഡിഗ്രി അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പൊ ആ പോയിന്റിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ μm എന്ന് എടുക്കുകയാണെങ്കിൽ ദാറ്റ് μm വിൽ ബി ഈക്വൽ ടു സൈൻ ഐക്ക് പകരം നമ്മൾ IM എന്ന് കൊടുക്കാം. അവിടെ R എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് sin 90 1 ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ വാനിഷ് ആവും. സോ വി ക്യാൻ സേ ദാറ്റ് μm ഈക്വൽ ടു sin IM. ഓക്കെ, അപ്പോൾ ഇതായിരിക്കണം അവിടെയുള്ള μm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലാണ്. അവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും. ഈ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് വി നീഡ് ടു നോ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഇനി ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്നുള്ള ടോപ്പിക്കാണ്, അത് നമുക്ക് ഇപ്പം എടുക്കാൻ പറ്റില്ല, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോ എങ്ങനെയാ ഇന്നത്തെ ക്ലാസ് ഇന്നലത്തെക്കാൾ ഓഡിബിൾ ആയിരുന്നോ, അതോ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. അറ്റൻഡൻസ് ഗ്രൂപ്പിൽ ഇടുവാന്ന് ചോദിച്ചാൽ ഇന്നലത്തെ അറ്റൻഡൻസ് ഞാൻ ഇട്ടേക്കാം. ഇന്നത്തെ ഇപ്പം എനിക്ക് കിട്ടണം. ഇന്ന് ഞാൻ 103 പേരെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഓഡിബിൾ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ, അത് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതാണ് ഇവിടെ ഇട്ടേക്കാം. അതായത് നമ്മളുടെ ET ലാബിൽ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. ഇന്നലത്തെ വീഡിയോ ഫസ്റ്റ് ഹാഫ് ആൻ അവർ റെക്കോർഡ് ചെയ്തില്ല, ബാക്കിയുള്ള റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഇനി അപ്പോൾ ഞാനിത് ഇട്ടേക്കാം. നമ്മുടെ ET ലാബിലേക്ക് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടേക്കാം. ആവശ്യമുള്ളവർക്ക് അതെടുക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. സീ യു ടുമോറോ.